വെള്ളക്കടല ഇഷ്ടമില്ലാത്തവരും ഇഷ്ടത്തോടെ കഴിക്കാൻ ചാൻസ് ഉള്ള ഒരു വെള്ളക്കടല കുറുമയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഹലോ, ഐ എം ഷബാന ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പറഞ്ഞ് വൈകിപ്പിക്കാതെ തന്നെ റെസിപ്പി എങ്ങനെയെന്ന് കണ്ടു നോക്കാം. ഇതിനായി ഞാനിവിടെ തലേന്ന് കുതിർക്കാനായിട്ട് വെച്ച 2 കപ്പ് കടല ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു ക്യാരറ്റും ഒരു ഉരുളക്കിഴങ്ങും കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതെല്ലാം ഒന്ന് വേവാൻ ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഒരു പാൻ വെച്ച് ചൂടായ ശേഷം അതിലേക്ക് ഒരു 3 ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഇതിലേക്ക് നമുക്കൊരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. സവാള ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം. ബ്രൗൺ ഷെയ്ഡ് ആകുമൊന്നും വേണ്ട കേട്ടോ. ഈ ഒരു സമയത്ത് തന്നെ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയാണ്. ഞാനിവിടെ 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മതിയാവും. കടലക്കറി ആയതുകൊണ്ട് തന്നെ അധികമൊന്നും വേണ്ട. ഇനി നമുക്ക് ഒരു 8-10 അണ്ടിപ്പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് തേങ്ങയാണ്. 1/2 കപ്പ് തേങ്ങയും ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അധികമൊന്നും വഴറ്റിയെടുക്കണ്ട. സ്റ്റൗ ഓഫ് ചെയ്യാം. പിന്നെ ആ ചൂടിൽ തന്നെ ഒന്ന് വഴറ്റിയാൽ മാത്രം മതി. ഇനി ഇതൊന്ന് നന്നായി ചൂടാറിയ ശേഷം മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് അടിച്ചെടുക്കണം. ഈ ഒരു രീതിയിൽ ഫൈനായിട്ട് തന്നെ അടിച്ചെടുക്കണം കേട്ടോ. ഇനി അടുപ്പത്ത് നമുക്കൊരു ചട്ടി ചൂടാക്കാനായിട്ട് വെക്കാം. ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ കൊത്തി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായി ഒന്ന് വഴന്നു വന്നാൽ ഇതിലേക്ക് 2 ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ വേറെ മസാലകളൊന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. മല്ലിപ്പൊടിയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ചു വെച്ച തേങ്ങയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ തന്നെ മിക്സിയുടെ ജാറിൽ എക്സസ് വരുന്ന പേസ്റ്റ് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇത് നിങ്ങൾക്ക് എത്രത്തോളം കുറുകിയിട്ടാണോ വേണ്ടത് അത്രത്തോളം വെള്ളത്തിൻ്റെ അളവ് കുറക്കാം. ഇനി അതല്ല ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ കുറച്ച് വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയും ചെയ്യാം കേട്ടോ. ഞാനിവിടെ ആൾ കുറവുള്ളതുകൊണ്ട് തന്നെ നന്നായിട്ട് കുറുകിയിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇനി ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഒരു തക്കാളി മുഴുവനായിട്ട് ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേവിച്ച് വെച്ച കടലയും ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഒരു പച്ചമുളക് നടുവിൽ കീറിയിട്ട് ഇട്ട് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. കഴിഞ്ഞിട്ടില്ല. ഇനി ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ മല്ലിയില കൂടെ ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് താളിച്ചെടുക്കാനായി ഒരു പാത്രം വെച്ച് കൊടുക്കാം. അതൊന്ന് ചൂടായി വരട്ടെ. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് തന്നെ എടുക്കാൻ നോക്കാം കേട്ടോ. ഈ ഒരു സ്റ്റെപ്പാണ് നമ്മളെ കറിക്ക് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി മൊരിയിച്ചെടുക്കാം കേട്ടോ. ഇത്രയും മതിയാവും. ഇനി ഇതിൻ്റെ കൂടെ കറിവേപ്പില ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതൊന്ന് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സാധാരണ രീതിയിൽ കറി വെക്കുമ്പോൾ ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു രീതിയിൽ കറി വെച്ച് നോക്കുക. ഇതിപ്പോൾ നല്ല തിക്കായിട്ടാണ് ഉള്ളത്. ഈ ഒരു വെള്ളക്കടലയുടെ കുറുമ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ്റെ ഓൾ നിൽക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടും മിസ്സാവാതെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു അഗൈൻ ഇൻ അനദർ വീഡിയോ.